ഇന്ന് നിയമസഭയെ ഇളക്കിമറിച്ച ചോദ്യം ഇതാണ്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ഭിന്നശേഷിക്കാരനായ വയോധികൻ ജോസഫ് ആത്മഹത്യ ചെയ്തത് എന്തിനാണ്? ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത സർക്കാരാണ് ജോസഫിന്റെ മരണത്തിന് ഉത്തരവാദി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിനെ പ്രതിരോധിക്കാനാണ് ജോസഫിന് കൊടുത്ത പണത്തിന്റെ കണക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിരത്തിയത്. പെൻഷനില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ജോസഫ് കത്തയച്ചത് നവംബർ 9-ന്. അതിനുശേഷം നവംബറിലും ഡിസംബറിലും ജോസഫിന് പെൻഷൻ കിട്ടി. ഡിസംബറിൽ മകളുടെ പെൻഷൻ ഉൾപ്പെടെ 3200 രൂപ കൈപ്പറ്റി. ആത്മഹത്യക്ക് കാരണം പെൻഷൻ വൈകിയതാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു വസ്തുതയുമില്ല. ജനുവരി 3-ന് തൊഴിലുറപ്പ് കൂലിയായി 5500 രൂപ വാങ്ങി. 2023-ൽ ജോസഫ് 24400 രൂപ പെൻഷൻ കൈപ്പറ്റി. 2023-ൽ തൊഴിലുറപ്പ് കൂലിയായി ആകെ 28000 രൂപ ലഭിച്ചു. 1.5 ഏക്കർ ഭൂമി സ്വന്തമായുണ്ട്. ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. മുൻപ് 3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചയാളാണ് ജോസഫ്. സർ, നേരത്തെ 3 വട്ടം കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെത്തി ജോസഫ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് വസ്തുത. അപ്പൊ ഇങ്ങനെ എന്തായാലും അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടാവുക എന്നുള്ളത് ആരായാലും എന്ത് കാരണമായാലും അങ്ങനെ ആത്മഹത്യയെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കണം. ഈ വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ, ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ UDF LDF എന്നുള്ള വ്യത്യാസമില്ലല്ലോ, മനുഷ്യന്റെ ജീവനാണല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. ജോസഫ് ആത്മഹത്യ ചെയ്തതിന് തൊട്ടടുത്ത് നിന്ന് ലഭിച്ച കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദി സർക്കാരാണെന്ന് എഴുതി വച്ചിരുന്നു. ഉദ്ദേശിച്ചത് തമിഴ്നാട് സർക്കാരിനെ അല്ലല്ലോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ജോസഫിന് പെൻഷൻ വൈകിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കുടിശ്ശിക ലഭിക്കുന്ന പണം പോലും ജീവിത ചെലവിന് തികയില്ല. ആ കുടിശ്ശിക പൂർണ്ണമായും കിട്ടാത്ത സാഹചര്യത്തിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഒരാഴ്ചക്ക് ഇപ്പുറവും ജോസഫിന്റെ ആത്മഹത്യയിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് പോലും അന്വേഷണം നടത്തുകയാണ് പോലീസ്. എങ്കിലും ഈ ആത്മഹത്യ സർക്കാരിനെ ഏൽപ്പിച്ച പ്രഹരം ചെറുതല്ല.